പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും തിയോളജിയ ക്ലാസ്സിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ അധികരിച്ച് പ്രാരംഭമായിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ വിചിന്തനങ്ങളും ക്ലാസ്സുകളും. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം എന്ന നിലയിലും ഏറ്റവും ചെറിയ സുവിശേഷം എന്ന നിലയിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. AD 63-നും 68-നും ഇടയ്ക്ക് എഴുതപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം അല്ലെങ്കിൽ സുവിശേഷം റോമായിലെ വിജാതീയ ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു എന്നതാണ് പണ്ഡിത മതം. വിശുദ്ധ മത്തായി ശ്ലീഹായും ലൂക്കായും തങ്ങളുടെ ഉറവിടം എന്ന നിലയ്ക്ക് ആശ്രയിച്ചിരുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പല വിധത്തിലും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനമായി ഈ വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം അതിൻ്റെ ദൈവശാസ്ത്ര ആഴം കൊണ്ടും പരപ്പുകൊണ്ടും സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നതാണ്. ക്രിസ്തു വിജ്ഞാനീയത്തിലെ ദൈവപുത്രത്തെക്കുറിച്ചും മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും വളരെയേറെ ആഴമേറിയ ആധികാരികമായ പഠനങ്ങൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാവുന്നതാണ്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം തന്നെ ഇപ്രകാരമാണ്: ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം അതിൻ്റെ പരിസമാപ്തിയോട് അടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു 15-ാമത്തെ അധ്യായം 39-ാമത്തെ തിരുവചനത്തിൽ, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന ശതാധിപൻ്റെ ഏറ്റുപറച്ചിൽ. ആരംഭവും അവസാനവും ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ദൈവപുത്രത്വത്തിൻ്റെ സ്ഥാപനം നമുക്ക് കാണുവാനായിട്ട് പറ്റും. വീണ്ടും 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ സുവിശേഷകൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ആധികാരികമായിട്ടുള്ള അടിത്തറ ഇട്ടുകൊടുക്കുന്ന വണ്ണം സ്വർഗത്തിൽ നിന്നുള്ള സ്വരം, പിതാവിൻ്റെ സ്വരം ഉയരുകയാണ്. മാമുദിസ വേളയിൽ ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. വീണ്ടും അശുദ്ധാത്മാക്കൾ ക്രിസ്തുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കി ഏറ്റുപറയുന്നുണ്ട്: നീ സത്യമായും ദൈവപുത്രനാകുന്നുവെന്ന്. 3-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിലും 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിലും ഇപ്രകാരം അശുദ്ധാത്മാക്കൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം ഏറ്റുപറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും കേസറിയ ഫിലിപ്പയിൽ വെച്ച് പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട്, സ്ലീഹന്മാരോട് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത്? പത്രോസ് സർവരുടെയും പ്രതിനിധിയായിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവപുത്രനാകുന്നുവെന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് പിതാവിൻ്റെ സ്വരം ഉയരുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. 14-ാമത്തെ അധ്യായം 62-ാമത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ പീഡാസഹന വിചാരണ വേളയിൽ കയ്യാഫാസും യേശുവിനോട് ചോദിക്കുന്നു, നീ സത്യമായും ദൈവപുത്രനായ ക്രിസ്തുവാകുന്നുവോ? യേശു മറുപടി പറയുന്നു, ഉവ്വ്. ഏറ്റവും പരിസമാപ്തിയിൽ എന്ന വണ്ണം ശതാധിപൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം ആദ്യ വചനം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമേയമാണ്. സ്വർഗവും ഭൂമിയും സർവചരാചരങ്ങളും അവൻ ദൈവപുത്രനാണെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ മർക്കോസ് ആവർത്തിച്ച് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിവരണമായി അവസാനം ശതാധിപൻ പറയുന്ന ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു എന്ന് പറയുന്ന വചനം സർവ ദൈവജനങ്ങളുടെയും അംഗീകാരമാണ്. സർവ ദൈവജനവും ഏറ്റുപറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരിക്കുന്നുവെന്ന്. ദൈവപുത്രത്വവും മിശിഹാത്വവും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് പൂർത്തിയാകുന്നതെന്നും അവരോധിതമാകുന്ന സിംഹാസനങ്ങളോ രാജകൊട്ടാരങ്ങളോ രാജപദവിയോ ഒന്നുമല്ല, പിന്നെയോ അവൻ്റെ സഹനവും മരണവും നിശബ്ദതയുമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അടയാളമെന്ന്
വിശുദ്ധ മർക്കോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം 37% പീഡാസഹന മരണ വിവരണങ്ങളാണ്. പീഡാസഹനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ്. ദൈവപുത്രത്വം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൈവശാസ്ത്ര പ്രമേയമാണ്. ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ മുതൽക്കൂട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ദൈവപുത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. വീണ്ടും ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ വേറൊരു ദൈവശാസ്ത്ര സത്യം മിശിഹ രഹസ്യത്തെക്കുറിച്ചാണ്. മെസ്സിയാനിക് സീക്രട്ട്, മിശിഹ രഹസ്യം. എന്താണ് മിശിഹ രഹസ്യം? വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പഠനങ്ങൾ കൊടുക്കുമ്പോഴും ശിഷ്യന്മാരോടും സുഖപ്പെടുത്തുന്നവരോടുമൊക്കെ നിശബ്ദരായിരിക്കുവാൻ പറയുന്നുണ്ട്. നമ്മൾ കാണുന്നു 1-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ ശേഷം യേശു ഇപ്രകാരം പറയുന്നുണ്ട്: യേശു, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 24-ാമത്തെ തിരുവചനത്തിലും ഇപ്രകാരം വായിക്കുന്നു: പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കുവാൻ അവൻ അവരെ അനുവദിച്ചില്ല. 34-ാമത്തെ തിരുവചനം. വീണ്ടും 3-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ഈശോ താൻ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും പ്രബോധനങ്ങൾ നൽകുമ്പോഴും ശിഷ്യരോടും സുഖപ്പെടുത്തുന്നവരോടും നിശബ്ദരായിരിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ കാണുന്നുണ്ട്, താൻ മരിച്ച് ഉയർപ്പിക്കപ്പെടുന്നത് വരെ താബോറിലെ അല്ലെങ്കിൽ രൂപാന്തര രഹസ്യത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് നിഷ്കർഷിച്ചു. എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ സ്ലീഹന്മാരോടും മറ്റുള്ളവരോടും നിശബ്ദരായിരിക്കുവാൻ വേണ്ടി പറയുന്നത്? പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് മെസ്സിയാനിക് സീക്രട്ട്, മിശിഹ രഹസ്യം എന്ന് പറയുന്ന ഒരു വലിയ ദൈവശാസ്ത്ര സത്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്താണ് ആ മിശിഹ രഹസ്യം? ചരിത്രം, യേശുവിൻ്റെ കാലത്തെ യഹൂദ ചരിത്രം നമുക്കറിയാം. റോമാക്കാരുടെ ആധിപത്യത്തിലായിരുന്ന യഹൂദ ജനത തങ്ങൾക്കായിട്ടൊരു രക്ഷകൻ വരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പഴയ നിയമങ്ങളിൽ ഉടനീളം ഒരു രക്ഷകനെക്കുറിച്ചുള്ള പഠനങ്ങളും രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളും നമുക്ക് കാണുവാനായിട്ട് പറ്റും. ആ പ്രവാചകൻ വരുമ്പോൾ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ യഹൂദ ജനത്തിൻ്റെ അന്തസത്തയായിരുന്നു, യഹൂദ പഠനങ്ങളുടെ സാരസത്തയായിരുന്നു. പഴയ നിയമങ്ങളിൽ ഉടനീളം തങ്ങളാണ് മിശിഹ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർക്കൊള്ളുന്ന അനേക നേതാക്കന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ അവൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് രക്ഷിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിമോചനമാണ് യഥാർത്ഥ വിമോചനമെന്ന് യേശുവിന് അറിയാമായിരുന്നു. രാഷ്ട്രീയ പൊളിറ്റിക്കൽ മെസ്സിയേക്കാൾ ഉപരിയായിട്ട് രക്ഷയുടെ മിശിഹായാണ് താനെന്നുള്ള ബോധ്യം ക്രിസ്തുവിന് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അത്ഭുത പ്രവർത്തകരുടെ പിന്നാലെ ജനങ്ങൾ പോകുന്നത് കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അഭൂതപൂർവമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരാണ് തങ്ങളെ രക്ഷിക്കുവാൻ വരുന്നത് എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ പോകുന്ന ഒരു ജനക്കൂട്ടത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിൻ്റെ പ്രബോധനങ്ങൾ പറയുകയും ആധികാരികമായിട്ട് നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പഠിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനാണ് മിശിഹ എന്നും ഇവൻ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ രക്ഷയേക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയ വിമോചകനാണ്, തങ്ങളെ രക്ഷിക്കുന്നവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി അവനെ രാജാവാക്കാനായിട്ട് ശ്രമിക്കുമെന്നും ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈശോ പിന്നാമ്പുറങ്ങളിലേക്ക് നീങ്ങുകയും രഹസ്യത്തിൽ പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ നടത്തി കഴിയുമ്പോൾ നിശബ്ദരായിരിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശിഹ രഹസ്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ആന്തരിക അർത്ഥമെന്ന് പറയുന്നത് താൻ സഹിക്കുന്ന മിശിഹായാണെന്നും ആത്മീയമായിട്ടുള്ള വിമോചനമാണ് എല്ലാ രാഷ്ട്രീയ വിമോചനത്തിൻ്റെയും അടിത്തറയെന്നും പാപത്തിൽ നിന്നുള്ള മോചനമാണ് എല്ലാ വിമോചനങ്ങളെക്കാളും ഉന്നതമെന്നും രക്ഷയാണ് സർവോത്കൃഷ്ടം സർവപ്രധാനമെന്നും ഈശോ പഠിപ്പിക്കുകയാണ്. ഈ രക്ഷ സാധ്യതമാകുന്നത്
കുരിശിൻ്റെ വഴിയിലൂടെയാണ് എന്ന് ഈശോ ഈ മിശിഹാ രഹസ്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മിശിഹാ രഹസ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ മിശിഹ എന്നതിനേക്കാൾ, രാഷ്ട്രീയ വിമോചകൻ എന്നതിനേക്കാൾ അടിസ്ഥാനപരമായിട്ട് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ മിശിഹ, ആത്മാവിനെ രക്ഷിക്കുന്ന മിശിഹായുടെ ഒരു വലിയ ചിത്രം ഈശോയുടെ തിരുവചനങ്ങളിലൂടെ മർക്കോസ് നമ്മുടെ മുമ്പിൽ വെളിവാക്കി തരികയാണ്. ഇവിടെയാണ് ഈശോയുടെ കുരിശിൻ്റെ പ്രസക്തിയും കുരിശിലെ നിശബ്ദതയും കുരിശിലൂടെ നേടിയെടുക്കുന്ന മിശിഹായുടെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെയും ആഴം നമുക്ക് മനസ്സിലാകുന്നത്. വീണ്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ദൈവശാസ്ത്ര സത്യം ശിഷ്യത്വത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, 3-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. മത്തത്തെയൂസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അവനെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത്. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ചിന്തോദ്ദീപകമായ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള കുറേ പഠനങ്ങളുണ്ട്. ശിഷ്യന്മാരെ എങ്ങനെയാണ് മർക്കോസ് അടയാളപ്പെടുത്തുന്നത്, രേഖപ്പെടുത്തുന്നത്? അവരെ എങ്ങനെയാണ് മർക്കോസ് ചിത്രീകരിക്കുന്നത്? നമുക്കറിയാം, ആദ്യ അധ്യായങ്ങളിൽ തുടങ്ങി ഗ്രഹിക്കുവാൻ ശക്തിയില്ലാത്തവരായി, അനുസരണമില്ലാത്തവരായി, ഗ്രഹണശക്തിയില്ലാത്തവരായി, പ്രാർത്ഥിക്കാത്തവരായി, ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നവരായി, ഒറ്റിക്കൊടുക്കുന്നവരായിട്ടൊക്കെയാണ് മർക്കോസ് ശിഷ്യന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ദുർമാതൃകകൾ നമുക്ക് ഉതപ്പിന് കാരണമാകുന്നത് വണ്ണം മർക്കോസ് വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ പച്ചയായ ജീവിതത്തിൻ്റെ തെറ്റിപ്പോയ അവസ്ഥകളെക്കുറിച്ച് മർക്കോസ് ഇപ്രകാരം പച്ചയായിട്ട് ചിത്രീകരിക്കുന്നത്? ഇവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസ് ശ്ലീഹന്മാരല്ലാത്ത, ശിഷ്യന്മാരല്ലാത്ത, വിളിക്കപ്പെട്ടവരല്ലാത്ത കുറച്ച് പേരുടെ പ്രതികരണങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ 1-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. അവിടെ യേശു സുഖപ്പെടുത്തിയ ശേഷം ആ സ്ത്രീ യേശുവിനെ ശുശ്രൂഷിക്കുന്നതായി കാണുന്നു. അനേകര് അവനെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ പിന്നാലെ പോരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നീ പോയി തന്നെ നിന്റെ പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുക. സീറോ ഫിനിഷൻ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു പ്രകീർത്തിക്കുന്നുണ്ട്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തപ്പെട്ടപ്പോൾ വിശ്വാസം ഏറ്റുപറയുന്നവരുണ്ട്. വീണ്ടും അരിമത്യാലി ജോസഫ് യേശുവിൻ്റെ ശവം സംസ്കരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അനേകര് ശിഷ്യരല്ലാത്ത, വിളിക്കപ്പെട്ടവരല്ലാത്തവർ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരോ അവനെ തള്ളിപ്പറയുന്നവരും, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരും, അസൂയപ്പെടുന്നവരും, തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള ചർച്ച നടത്തുന്നവരുമാണ്. പക്ഷേ യഥാർത്ഥ ശിഷ്യരല്ലാത്ത സാധാരണ ജനങ്ങൾ അവനെ അനുഗമിക്കുന്നവരും, അവനെ ഇഷ്ടപ്പെടുന്നവരും, അവൻ ദൈവത്തിനാണെന്ന് ഏറ്റുപറയുന്നവരും, വിശ്വാസം പ്രഖ്യാപിക്കുന്നവരുമാണ്. ഇവിടെ എന്തിനാണ് മർക്കോസ് ഇപ്രകാരം ഒരു തരംതിരിവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? സ്ലീഹന്മാരുടെ ദുർമാതൃകയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ? അതിനേക്കാൾ ഉപരിയായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, സഹിക്കുന്ന ഒരു ദാസന്റെ ചിത്രം ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കുവാനാണ് മർക്കോസ് ശിഷ്യന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നത്. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു ജെറമിയ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വിലപിക്കുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സഹിക്കുന്ന ദാസന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകം നമുക്കറിയാം, 12-ാമത്തെ അധ്യായം തുടങ്ങി ഏറ്റവും അധസ്ഥിരമായി വേദനയുടെ ഏറ്റവും ഉച്ഛിഷ്ട സ്ഥായിലൂടെ കടന്നു പോകുമ്പോഴും സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് കരയുന്ന, വിലപിക്കുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനത്തിൽ 38-ാമത്തെ സങ്കീർത്തനം,
രോഗിയുടെ രോദനം എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞ് കരഞ്ഞ് തളർന്നു, എൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്ക നനച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികൾ നുറുങ്ങുന്ന വേദനയോടുകൂടെ സങ്കീർത്തകൻ വിലപിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഐസയാസ് പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായത്തിലെ സഹിക്കുന്ന ദാസനെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. മർക്കോസിൻ്റെ ഏറ്റവും പ്രത്യേകത, അവൻ വരച്ചു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു ബോധ്യം, സഹിക്കുന്ന ദാസൻ, ഉറ്റവരാലും പ്രിയപ്പെട്ടവരാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും സഹനത്തിൻ്റെ തീവ്രതയിലൂടെ കടന്നു പോകുന്ന സഹനദാസനെ ചിത്രീകരിക്കുവാനാണ് സ്ലീഹന്മാരുടെ അവിശ്വസ്തതയും. ഉറ്റവര് ഉപേക്ഷിക്കുന്നതിൻ്റെ, ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും അവൻ പിശാച് ബാധിച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിക്കുന്നതിൻ്റെ, സർവരും അവന് ശത്രുപക്ഷത്ത് നിർത്തുന്നതിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യത്വത്തിൻ്റെ മാതൃക, സുവിശേഷങ്ങളിലെ മാതൃകയും നമ്മുടെ ആധുനിക ഇന്നത്തെ ശിഷ്യത്വത്തിൻ്റെ അവസ്ഥകളും തമ്മിൽ ആത്മീയമായ വിചിന്തനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന കൂടെ ഘടകങ്ങളുണ്ട്. യഥാർത്ഥ വിളിക്കപ്പെട്ട ശിഷ്യൻ്റെ ജീവിതങ്ങളും വിളിക്കപ്പെടാതെ എന്നാൽ യേശുവിനെ അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്ന അനേകരെയും നമുക്ക് കാണാം. ഇത് ഏതു ക്രിസ്തു ശിഷ്യൻ്റെയും ഒരു വലിയ വെല്ലുവിളിയാണ്. വിളിക്കപ്പെട്ട യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് അധികാരങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ശിഷ്യത്വത്തിൻ്റെ അവസ്ഥകൾ ആത്മീയ വിചിന്തനത്തിന് നമ്മൾ പാത്രമാക്കണം. വീണ്ടും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ദൈവശാസ്ത്രപരമായ പ്രധാന സംഭവങ്ങളിലൂടെ ചെറിയ ഒരു ഓട്ടപ്രദർശനം നടത്തുകയായിരുന്നു. ഒന്നാമതായിട്ട് അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് കുരിശിലൂടെയാണ് വെളിവാക്കപ്പെട്ടത്. രണ്ടാമത്തത് മിശിഹാ രഹസ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീയ വിമോചകനാണെന്നും ആത്മീയ വിമോചനമാണെന്നും ആ ആത്മീയ വിമോചനം സാധ്യതമാക്കിയത് കുരിശിൻ്റെ വഴിയിലൂടെയാണെന്നും ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞ ശിഷ്യത്വം എന്ന് പറയുന്നത് അവനെ പൂർണ്ണമായിട്ടും അനുഗമിക്കലാണെന്നുമുള്ള വലിയ ബോധ്യം ദൈവശാസ്ത്ര ചിന്തകൾ വിശുദ്ധ മർക്കോസ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. വീണ്ടും ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. കാരണം ആദിമ സഭാചരിത്രത്തിൽ നീറോയുടെ മതമർദ്ദന കാലഘട്ടത്തിൽ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോരുന്ന ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം ആദിമസഭയിൽ വിശ്വാസത്യാഗങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ യുഗാന്ത്യം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് കാണാതായപ്പോൾ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ശിഷ്യന്മാരെ മർക്കോസ് ലീഹ കാണുന്നുണ്ട്. സഹനത്തിൻ്റെ പാതിയിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നുണ്ട്. നീറോയുടെ ഏറ്റവും വലിയ കലാപരിപാടി മാമോദീസ, ഒരു വ്യക്തി മുങ്ങി എന്നറിഞ്ഞാൽ അവൻ്റെ തോളിലേക്ക് കുരിശ് വെച്ചു കൊടുത്തുകൊണ്ട് ഒന്നെങ്കിൽ സിംഹങ്ങളുടെ മുമ്പിലേക്ക്, മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുകയും തീക്ക് ഇരയാക്കുകയും ചെയ്യുന്ന പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയുടെ മുൻപിൽ മർക്കോസ് ഒരു വലിയ മാതൃക കാണിച്ചു തരികയാണ്. ഒന്നും ഭയപ്പെടേണ്ട, നാഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് സഹനങ്ങളുടെ പാത തന്നെയാണെന്ന് ഈ യഥാർത്ഥ ശിഷ്യൻ്റെ ചിത്രങ്ങൾ വരച്ചു കാട്ടിയിട്ട് മർക്കോസ് നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് പോലും ഉപേക്ഷിച്ചാൽ പോലും, പത്രോസ് ഉപേക്ഷിക്കുമ്പോഴും തിരിച്ച് കർത്തൃസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ശിഷ്യത്വത്തിൻ്റെ പാത അവിടെയുണ്ട് എന്ന് മർക്കോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പഠനത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 13-ാമത്തെ അധ്യായം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം വിഭജിതമായിരിക്കുന്നത് പണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ ഒന്നാമതായിട്ട് ആമുഖം കഴിഞ്ഞാൽ 1-ാമത്തെ അധ്യായം 15 മുതൽ അല്ലെങ്കിൽ 1-ാമത്തെ അധ്യായം 16 മുതൽ 8-ാമത്തെ അധ്യായം 24 വരെ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗലീലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ്. വീണ്ടും 8-ാമത്തെ അധ്യായം തുടങ്ങി 10-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ അവൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. കുരിശുമരണങ്ങളും പീഡാനുഭവങ്ങളും ഏറ്റെടുക്കുവാൻ പോകുന്ന യാത്രയിലാണ്. പണ്ഡിതാക്കൾ ഇതിനെ വേ സെക്ഷൻ എന്ന് പറയും. ഒന്നാമത് ഗലീലിയൻ മിനിസ്ട്രി, രണ്ടാമത്തത് വേ സെക്ഷൻ, മൂന്നാമത്തത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ജെറുസലേമിലെ അവൻ്റെ പീഡാസഹന വിവരണങ്ങളാണ്. ജെറുസലേമിലെ പീഡാനുഭവ വിവരണത്തിന് ശേഷം 16-ാമത്തെ അധ്യായം ഉദ്ധാന വിവരണങ്ങളാണ്. ഇതിൽ 13-ാമത്തെ അധ്യായം പലതുകൊണ്ടും വ്യത്യസ്തമാണ്. കാരണം വെളിപാട് സാഹിത്യ ശൈലിയിൽ എഴുതപ്പെട്ട തിരുവചന ഭാഗമാണ്
13-ാമത്തെ അധ്യായം, അപ്പോക്കാലിപ്റ്റിക് സ്റ്റൈല്. വെളിപാട് സാഹിത്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ആ അധ്യായം വിരചിതമായിട്ടുള്ളത്. ഈ അധ്യായത്തെ സുവിശേഷ ഗ്രന്ഥകർത്താക്കന്മാർ, പണ്ഡിതന്മാർ ഒലിവുമലയിലെ പ്രസംഗമെന്നും യുഗാന്ത്യോന്മുഖ പ്രഭാഷണമെന്നും പറയാറുണ്ട്. കാരണം യുഗത്തിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ച ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അനുബന്ധിച്ച പഠനങ്ങൾ, പ്രഭാഷണങ്ങളാണ് ഇതിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത് യുഗാന്ത്യോന്മുഖ പ്രഭാഷണം എന്ന് പറയുന്നത്. വീണ്ടും ഒലിവുമലയിൽ ഇരുന്നു കൊണ്ടാണ് ഈശോ ഈ പ്രബോധനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഒലിവുമലയിലെ പ്രസംഗമെന്നും പറയാറുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ഈ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. പ്രത്യക്ഷത്തിൽ ദുർഗ്രാഹ്യമായിട്ടുള്ള വെളിപാട് സാഹിത്യ ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് അപ്പോക്കാലിപ്റ്റിക് സ്റ്റൈൽ അല്ലെങ്കിൽ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, അപ്പോക്കാലിപ്റ്റിക് സാഹിത്യം എന്താണെന്ന് നമുക്കറിയാം. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ വരമൊഴിയായ സംഗ്രഹമാണ് വെളിപാട് സാഹിത്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകവും വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പുസ്തകമായ യോഹന്നാൻ്റെ വെളിപാടുമാണ് ഈ വെളിപാട് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങൾ. അതുകൂടാതെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തന്നെ പല അധ്യായങ്ങളും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപാട് സാഹിത്യത്തിൻ്റെ ചുവട് പറ്റി വിരചിതമായ അധ്യായങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 23-ാമത്തെ അധ്യായവും 24 തുടങ്ങി 27 വരെ, യെശയ്യാ 24, 27 വരെയുള്ള അധ്യായങ്ങൾ, എസെക്കിയേലിൻ്റെ പ്രവചനത്തിലെ 38ഉം 39ഉം അധ്യായങ്ങൾ, വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, സഖറിയായുടെ പ്രവചനത്തിലെ 9 തുടങ്ങി 14 വരെയുള്ള അധ്യായങ്ങൾ ഇപ്രകാരമുള്ള വെളിപാട് സാഹിത്യത്തിന് നിതാന്തമാണ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ്. ഈ വിശുദ്ധ ഗ്രന്ഥ വെളിപാട് സാഹിത്യത്തിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നിഗൂഢങ്ങളായിട്ടുള്ള രഹസ്യങ്ങളെ ദൈവം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ ഒരു യുഗാന്ത്യമായിട്ടുള്ള മാനത്തോടു കൂടിയാണ് വിരചിതമായിട്ടുള്ളത്. 13-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും ദേവാലയത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും സ്ലീഹന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ മറുപടി പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യം തുടങ്ങി 5-ാമത്തെ വാക്യം വരെ 2 ചോദ്യങ്ങളാണ് ഈ 13-ാമത്തെ അധ്യായത്തിലുള്ളത്. ഒന്ന്, ദേവാലയ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം. 2-ാമത്തേത് ഇതിൻ്റെ എല്ലാം അടയാളങ്ങൾ എന്തൊക്കെയാണ്. പഴയ കാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയത്തിൻ്റെ നാശവും ഒപ്പം തന്നെ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനവും, അതായത് ലോക അവസാനവും ഒരുമിച്ച് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായിരുന്നു. ഈശോയുടെ ഉത്തരത്തിലൂടെ ഈശോ ഇത് മാറ്റുകയാണ്. ദേവാലയ നാശം ലോകത്തിൻ്റെ അന്ത്യവും 2ഉം 2ആണെന്ന് ഈശോ പറയുകയാണ്. കാരണം അവൻ 2ാമത്തെ ചോദ്യത്തിനാണ് ആദ്യമേ ഉത്തരം പറയുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം അടയാളങ്ങളെക്കുറിച്ചാണ് ഈശോ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ ആസ്പദമാക്കി യുഗാന്ത്യോന്മുഖ ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചും എന്താണ് വിശുദ്ധ മർക്കോസ് ഈ അധ്യായത്തിലൂടെ പറയാനായി ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കും. അത് വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfix@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.